കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. കർഷകരുടെ പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. MP ഫണ്ട് ചെലവഴിച്ചു എന്നത് മാത്രമാണ് എതിർ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്നും ഫ്രാൻസിസ് ജോർജ് 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രചരണം തുടരുകയാണ്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഫ്രാൻസിസ് ജോർജ്. എന്തായാലും കോട്ടയത്ത് മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ? എത്രത്തോളം ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു? ഭാഗികമായിട്ടാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും എല്ലാ മേഖലകളിലും തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞു. വലിയ ശുഭപ്രതീക്ഷയാണ് തീർച്ചയായിട്ടും വിജയത്തെ സംബന്ധിച്ചുള്ളത്. വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയത്തിനും ഇടയില്ല. ജനങ്ങളൊരു മാറ്റം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കോട്ടയത്താണ് കേരള കോൺഗ്രസ് എം ആണ് എതിരാളികൾ, അവരുടെ തട്ടകമാണെന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഇത് കേരള കോൺഗ്രസിന്റെ തട്ടകമാണ്. ഇതിനകത്ത് കേരള കോൺഗ്രസ് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എന്ന പാർട്ടി, ബ്രാക്കറ്റ് ഇല്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. പാല അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളുണ്ട്, അവിടെയൊക്കെ കരുത്ത് തെളിയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ജോസ് കെ മാണിക്ക് വിജയിക്കാൻ സാധിക്കാത്തൊരു സ്ഥലമാണ്. അവിടെ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ പറയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി സെഗ്മെന്റ്സിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കും. പാലായുടെ കാര്യം പാലായിലൊരു സംശയമില്ലല്ലോ. പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായതല്ലേ.